എടാ, നീ അതിനെയും വിട്ടില്ലേ? അതാരാന്ന് നമുക്ക് കണ്ടുപിടിക്കാടാ. അതൊന്നുമല്ല, ഞാൻ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചിരുന്നതാ. ഈയിടെയായി നിനക്ക് ചിന്ത കുറച്ച് കൂടുതലാ. അതൊക്കെ വിട്, ഞാൻ സീരിയസ് ആയി ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോ. നിനക്ക് ലച്ചുവിനെ ശരിക്കും ഇഷ്ടമാണോ? നീ എന്താടാ ഇപ്പോ ഇങ്ങനെ ചോദിക്കുന്നേ? നിനക്കെല്ലാം അറിയുന്നതല്ലേ? എനിക്കറിയാടാ എല്ലാം. എന്നാലും ഒന്നുകൂടി ചോദിക്കുക, നിനക്ക് അവളെ എന്തുമാത്രം ഇഷ്ടമാ? അവളെന്റെ ജീവനാടാ ലച്ചു. ഓർമ്മ വെച്ചപ്പോ മുതൽ എന്റെ മനസ്സിൽ കയറിക്കൂടിയ പെണ്ണ അവളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ചോദിച്ചാ എനിക്കറിയില്ലടാ അത് പറയാൻ. ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി പേടിയാ. ഞാൻ മറ്റുള്ളവരോട് ഫ്ലേർട്ട് ചെയ്ത് നടക്കാറൊക്കെ ഉണ്ട്, ബട്ട് അത് ഒരു മോശമായ രീതിയിലോ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ല. ഇതുവരെ ഒത്തിരി പേര് എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, ബട്ട് ഷീസ് ഡിഫറെന്റ്. അവൾ അത്രമാത്രം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. നീ പിന്നെന്താ അവളോട് തുറന്നു പറയാത്ത? എടാ, അവളിപ്പോ പഠിക്കുവല്ലേ, അതൊക്കെ കഴിയട്ടെ എന്നിട്ട് പറയാടാ. അവളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആകാൻ ഇനിയൊരു 1 ഇയർ കൂടിയല്ലേ ഉള്ളൂ. നീ വേഗം അവളോട് ഇഷ്ടമെന്ന് പറയാൻ നോക്ക്. പറയാടാ, എനിക്ക് അവളെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രപ്പോസ് ചെയ്യണം. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാകണം ഞാൻ എന്തുമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരുപാട് ലേറ്റ് ആക്കരുത്. എത്ര പെട്ടെന്ന് പറയാൻ പറ്റുമോ അത്ര പെട്ടെന്ന് അവളോട് പറയാൻ നോക്ക്. ആടാ, നോക്കാം. ഇപ്പോ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ആക്കട്ടെ. എനിക്കൊരു 3 months ടൈം താന്നി. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും പ്രപ്പോസ് ചെയ്തിരിക്കും. നിന്റെ ആലോചന ഇതുവരെ തീർന്നില്ലേ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ആ, അതാ ഇരുത്തം കണ്ടപ്പോ മനസ്സിലായി. അല്ല, അതിന് മാത്രം എന്താ ഈ ഇരുന്ന് ആലോചിക്കുന്നത്? എനിക്ക് സാറിന് വെറൈറ്റി ആയി പ്രപ്പോസ് ചെയ്യണം. വെറൈറ്റി മീൻ നീ എങ്ങനെയാ ഉദ്ദേശിക്കുന്നേ? അതായത് രമണ, സിമ്പിൾ ആയിരിക്കണം, ബട്ട് അറ്റ് എ ടൈം എലഗന്റ് ആയിരിക്കണം. ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ട് സാർ അപ്പം തന്നെ ഫ്ലാറ്റായി ലിഡിയ ഐ ലവ് യു ടു എന്ന് പറയണം. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ? പ്രേമം മൂത്ത് വട്ടാകുക കേട്ടിട്ടുണ്ട്, ബട്ട് ഇതാദ്യമായിട്ടാ നേരിട്ട് കാണുന്നത്. നീ കാളിയാക്കാതെ പറ, അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ നിന്റെ മനസ്സിൽ? അതായത് നീ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടതും ഇവാൻ സാർ നിന്നോട് തിരിച്ച് ഇഷ്ടമാണെന്ന് പറയണം, അങ്ങനെയല്ലേ? ആ, ഏകദേശം അങ്ങനെയാ. എന്തെങ്കിലും പ്ലാൻ അല്ലേ? നീ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ആലോചിക്ക്, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ആലോചിക്കാം. നീ കളിയാക്കിയതാണല്ലേ? അല്ല പിന്നെ, അവളുടെ ഓരോ പ്ലാൻ. ഫസ്റ്റ് നീ സാറിനെ കാണുമ്പോ വിൽക്കാതെ പേടിക്കാതെ സംസാരിക്കാൻ നോക്ക്, എന്നിട്ട് ബാക്കി. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതോ എന്താന്നറിയില്ല. സാറിനെ കാണുമ്പോ എന്റെ കൈയും കാലും കിടന്ന് വിറയ്ക്കുവാ. ആ, ബെസ്റ്റ്. അവൾക്കാണ് വെറൈറ്റി പ്രപ്പോസൽ വേണ്ടത്. നീ ആദ്യം സാറിനോട് പേടിക്കാതെ സംസാരിക്കാൻ പഠിക്ക്, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ആ, ഇത് സാറ് വരുന്നു. സാറെന്താ മൈൻഡ് ആക്കാതെ പോയേ? ചിലപ്പോ കണ്ടു കാണില്ല. ഇവാൻ സാർ, സാറിനിതെന്താ പറ്റിയേ? ഇവാൻ സാർ ഇന്ന് ലീവാണെന്ന് കേട്ടല്ലോ, എന്ത് പറ്റി? ലീവാണോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് എന്താ ലീവ് എടുത്തേ? ആ, ലച്ചോ, കേറി വാ. ഞാൻ ചുമ്മാ വന്നതാ. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. നീ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.
ഞാനും വരാം. എന്താ ലച്ചൂസേ, മൗനവ്രതമാണോ? എന്താ? അല്ല, ഇല്ലെങ്കിൽ നീ വന്ന വായിക്ക് ഒട്ടും റെസ്റ്റ് കൊടുക്കാത്തതാണല്ലോ, അതാ ചോദിച്ചേ എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, ഞാൻ ചുമ്മാ. മതി മതി, ഇന്നാ ജ്യൂസ്. ഇതെന്താ രണ്ടെണ്ണം? ആ, ഒന്ന് കുഞ്ഞിച്ചായന, കൊണ്ടുപോയി കൊടുക്ക്. ഞാനോ? അയ്യോടാ, ഒന്നും അറിയാത്ത പോലെ. എടി കള്ളക്കരടി, നീ ലിച്ചാനെ കാണാൻ വന്നതാണെന്ന് എനിക്കറിയാം. അത് ഞാൻ സാറിന് വരാത്തോണ്ട് എന്ത് പറ്റിയെന്നറിയാൻ. ആ മനസ്സിലായി, നീ ഇത് കൊണ്ടുപോയി കൊടുക്ക്. ഇച്ചായൻ മുകളിലുണ്ട്, ചെറിയൊരു പനി, അതാ വരാഞ്ഞ്. അയ്യോ, എന്നാ ഞാനൊന്ന് പോയി കാണട്ടെ. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നെയോ? എന്തിന്? അത് സാറിന് പനിയാണെന്ന് അന്ന ചേച്ചി പറഞ്ഞു. സാറിന് എന്താ പറ്റിയേ? എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ലിഡിയ പ്ലീസ്, എനിക്ക് നല്ല തലവേദനയുണ്ട്, എനിക്കൊന്ന് കിടക്കണം. താനൊന്ന് ശല്യം ചെയ്യാതെ പോകുമോ? സോറി, ഞാനിപ്പോ ശല്യമായല്ലേ, ഞാൻ പോയിക്കോളാം. ലിഡിയ സോറി, എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ. സോറി. അന്ന മുകളിലുണ്ട് തോന്നുന്നു, ഞാൻ വിളിക്കാം. ഇവാൻ ബ്രോ, ഒന്ന് നിന്നേ. ഞാൻ അന്നയെ കാണാൻ വന്നതല്ല, ഞാൻ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ലച്ചുവിന് തന്നെ ഇഷ്ടമാ, ഒരു പ്രൊഫസർ എന്ന രീതിയിലല്ലാതെ. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അവള് അലക്സിന്റെ പെണ്ണ, അവന് മാത്രമേ അവളിൽ അധികാരമുള്ളൂ. സോ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അവൾക്ക് ഹോപ്പ് കൊടുക്കരുത്, അവളെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് അല്ല, വാണിംഗാ. സെയിൻ, എന്തായി? ആ ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിച്ചോ? ഇല്ല മാസ്റ്റർ, ഒന്നും അറിയാൻ സാധിച്ചില്ല. നമ്മളുടെ കയ്യിൽ സമയം വളരെ കുറവാ. കാർലയിൽ അവിടെ എത്തുന്നതിന് മുന്നേ നമുക്കത് കണ്ടുപിടിക്കണം. അവൻ ഒരിക്കലും അത് കിട്ടാൻ ഇടവരില്ല. അവന് ഒരിക്കലും അത് കിട്ടരുത്. അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോണെന്ന് പറയണ്ടല്ലോ. എനിക്കറിയാം മാസ്റ്റർ, അത് എപ്പോഴും ഓർമ്മയിലുണ്ടാകണം. മാസ്റ്റർ, നാളെയാണ് അവരെല്ലാവരും ഫാമിലി ടൂർ പോകുന്നത്. അതെന്തായാലും നന്നായി. സെക്കേൽ ഇവിടെ ഉള്ളത് വരെ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല. അവൻ ഇവിടെ ഇല്ലാത്തതാണ് നല്ലത്.
എല്ലാരും എല്ലാം എടുത്തില്ലേ? ആ ഇച്ചായ, എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന്മാര് വരില്ല എന്ന് ഉറപ്പാണോ? അതേ ഇച്ചായ, ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഞങ്ങള് 3 പേരുടെ പേരും ഇതുവരെ ലിസ്റ്റ് വന്നിട്ടില്ല. വന്നാ ഞങ്ങൾക്കും പോകേണ്ടി വരും. ആടാ. അല്ല, ലച്ചു എവിടെ? അവള് അമരയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ. ദേവി വന്നോ? ഇല്ല. ഞാനെത്തി. ഇതെന്ത് കോലം അടി? നീ എന്താ കരിദിനം ആഘോഷിക്കാൻ പോകുന്ന? ഫാഷൻ സെൻസ് ഇല്ലാത്തൊരു മാക്കാൻ. ഓ, നമുക്ക് കുറച്ച് കുറവാണേ. റോസമ്മേ, ഇച്ചായമാരെവിടെ? അവരെ പുറത്തുണ്ട്, പെട്ടിക്കാറിൽ വെക്കോ. എന്നാ വാ, നമുക്ക് ഇറങ്ങാം. ഇതെന്താ മൂന്നിന്റെ മുഖം പാടിയിരിക്കുന്ന? ഇച്ചായ, അവസാന നിമിഷം ബെല്ല കാല് മാറി. അവള് ടൂറിന് വരുന്നില്ലാന്ന്. പെട്ടെന്ന് എന്ത് പറ്റി? അതിച്ചായ, അവൾക്ക് എന്തോ കാര്യത്തിന് നാട്ടിലോട്ട് പെട്ടെന്ന് പോകേണ്ട വന്നു. അതായിരുന്നു. എന്റെ ലച്ചൂസെ, ഇങ്ങനെ സെറ്റ് ആകല്ലേ. എന്തോ അത്യാവശ്യം കാരണമല്ലേ? എന്തുവാടി ഇതില്? പാറക്കല്ലോ. നീ ഇത് എന്തൊക്കെയാണ് ഈ കുത്തിക്കേറ്റി വെച്ചേക്കണ? എടി കണ്ടം പൂച്ച്, എന്റെ കൊച്ചിനെ വഷളാക്കി വെച്ചേക്കുവാണല്ലേടി. നീ പോടാ നാക്കാനെ. എടി ആനക്കുട്ടി. ആനക്കുട്ടി നിന്റെ മറ്റവള്. അതിനെ തന്നെയാ വിളിച്ച്. ഇച്ചായോ, ഈ കാറ്റ് ആൻഡ് മൗസ് പ്ലേ നിർത്തിയിട്ട് ഒന്ന് അവളെ പ്രൊപ്പോസ് ചെയ്തൂടെ? ഇച്ചായം പറയാതെ അവളുടെ വായിന്ന് കേൾക്കുന്ന വിചാരിക്കണ്ട. പറയാടാ, ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് സോൾവ് ആക്കട്ടെ, എന്നിട്ട് പറയാം. സെയിം ഡയലോഗ്. അവനും ഇതേ ഡയലോഗാ പറഞ്ഞ്. ആര്? അതാരും ഇല്ല ഇച്ചായ. എടാ മാറി, ഇങ്ങോട്ട് വാടാ. ലച്ചു, നിങ്ങൾ വീണ്ടും വഴക്കിട്ടോ? ഞാൻ ആരോടും വഴക്കൊന്നും ഇട്ടിട്ടില്ല. പിന്നെന്താ രണ്ടുപേരും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാത്ത എന്താടി? ഞാനായിട്ട് ആരെയും ശല്യം ചെയ്യാൻ പോകുന്നില്ല. നീ ഇത് എന്തൊക്കെയാ പറയണേ? അത് എന്നാലും സാറെന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്കെങ്ങനെ അറിയാനാ? എന്തായാലും മോള് എത്രയും പെട്ടെന്ന് പ്രശ്നം എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. എനിക്ക് പേടിയാ. ഇത് ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ, മര്യാദക്കെല്ലാം പറഞ്ഞ് സെറ്റാക്കാൻ നോക്ക്. വാ പോകാം, ടൈമായി. എനിക്കെന്തോ വല്ലാത്ത പേടി. പേടിച്ചോണ്ടിരുന്ന അങ്ങനെ വേറെ നല്ല പെൺപിള്ളേർ കൊത്തിക്കൊണ്ടുപോകും. നീ ആയിട്ട് ചളവാക്കാതെ ഇരുന്നാ മതി. ലച്ചു എവിടെ? അവള് അന്ന ചേച്ചിയുടെ കൂടെ വരാന്ന് പറഞ്ഞു. ആണോ? എന്നാ ഓക്കെ. ഓ, ഈ കുരിശിതിലുണ്ടായിരുന്നു. ലവിസിച്ചായോ, ഇവിടെ എന്താ നടക്കുന്നേ? ഇവിടെ ഫോഗാ നടക്കുന്നേ. ഇച്ചാനാണെന്നൊന്നും ഞാൻ നോക്കില്ല.
അസ്ഥാനത്ത് ചളി അടിച്ച വണ്ടിന്ന് ചവിട്ടി പുറത്തിടും ഞാൻ. എന്നെ അറിയാലോ, ഞാൻ പറഞ്ഞതാ. ഒരു കോമഡി പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി എനിക്ക്. കലികാലം. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അത് വിട്. ഇച്ചായ, പുറകിലിരിക്കുന്ന രണ്ടെണ്ണത്തെ ശ്രദ്ധിച്ചോ? അവർക്കെന്താ? രണ്ടുപേരും വഴക്കിട്ടോന്നൊരു സംശയം. ഏയ്, നിനക്ക് ചുമ്മാ തോന്നിയതാകും. അല്ലിച്ചായ, അവരെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്തോ പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നീ എന്താ കൊറേ നേരമായാലും ഇങ്ങനെ നോക്കാൻ തുടങ്ങിട്ട്? ഒന്നുമില്ല. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താന്ന് വെച്ചാ പറയ്. എനിക്ക് മനസ്സിലായി. എന്തോന്ന് മനസ്സിലായിന്ന്? എനിക്കെല്ലാം മനസ്സിലായി. ചെക്ക, ഞാൻ ഓൾറെഡി ക്ഷമയുടെ നെല്ലി പറകിലാ നിക്കുന്നു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറ. സത്യം പറ, നിനക്ക് എന്റെ അടുത്ത് ഇരിക്കാനല്ലേ കള്ളം പറഞ്ഞ് ലച്ചുവിനെ മാറ്റിയിരുത്തിയത്? അയ്യടാ, കൂടെ ഇരുത്താൻ പറ്റിയൊരു ചളുക്ക് കണ്ടാലും മതി. കിടന്നൂരിന്റെ കളിക്കാതെ നിനക്കൊന്ന് സമ്മതിച്ചൂടെ? എന്തോന്ന് സമ്മതിക്കാൻ? നിനക്കെന്നെ ഇഷ്ടമാണെന്ന് അങ്ങ് സമ്മതിച്ചൂടെ? എന്തിനാ വെറുതെ അഭിനയിച്ച് സമയം കളയുന്നേ? ദേ, പണ്ടിയായിപ്പോയി. ഇല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേനെ. പ്രേമിക്കാൻ പറ്റിയൊരു മുതല്. മിക്കവാറും നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. എന്തുവാടി നീ ഇങ്ങനെ ആന്റി റൊമാൻറ്റിക് ആകല്ലേ? ദേ ചെക്ക, മിണ്ടാതെ അവിടെ ഇരുന്നോണം. വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വന്ന ഞാൻ നിന്നെ വണ്ടിയിൽ നിന്നെടുത്ത് പുറത്തിടും. ഇവള് ചിലപ്പോ പറഞ്ഞ പോലെ ചെയ്യും. മിണ്ടാതിരിക്കുന്നതാ എനിക്ക് നല്ലത്. ശ്രദ്ധിച്ചായ ഞാൻ ഓടിക്കണോ? ഓ വേണ്ടടാ, നീ അവിടെ തന്നെ ഇരുന്നാ മതി. പിന്നെ അവളുടെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇടിയാ, ഒന്നും ചെയ്യാതെ തന്നെ നീ എന്നെ എങ്ങനെയാ ഇത്രയേറെ സ്വാധീനിച്ചേ? യുവർ ഐസ്, യുവർ ലിപ്സ്, എവറിത്തിങ് ഓഫ് യു മേക്കിംഗ് മീ ക്രേസി. പക്ഷേ നിന്നെ മറക്കാനാ നിന്റെ ഇച്ചായൻ പറഞ്ഞ്. ഹീസ് റൈറ്റ്. നീ എൻ്റെ കൂടെ ഒരിക്കലും സേഫ് ആയിരിക്കില്ല. ഞാൻ എൻ്റെ ഫീലിങ്സ് എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചിടുന്നതായിരിക്കും നല്ലത്. മോനെ അനിയൻകുട്ട, ഇവിടെ എന്നെപ്പോലെ കുറച്ച് സിംഗിൾസ് ഉള്ള കാര്യം നീ ഓർക്കുന്നത് നല്ലതാ. അത് ഇച്ചായ ഞാൻ വേണ്ട വേണ്ട, എനിക്കെല്ലാം അറിയാം. അന്നെ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കുരുപ്പിന്റെ ഒരു കാര്യം. ഇച്ചായ ഇനി എത്ര ദൂരമുണ്ട്? എത്താറായടാ, ഒരു 10 മിനിറ്റ്. അയ്യോ നാട്ടുകാരെ, എന്നെ രക്ഷിക്കണേ, എന്നെ തട്ടിക്കൊണ്ടു പോണേ ഈ കാലമാടൻ. നിർത്തടാ വണ്ടി, നിർത്താന്നല്ലേ പറഞ്ഞേ? എടോ ഒന്ന് അടങ്ങിയിരിക്കേ. ഇല്ല, സത്യം പറ, നീ ആരാ? എന്റെ വിച്ചു എവിടെ? നീ എന്റെ വിച്ചുവിനെ എന്താ ചെയ്തേ? വിച്ചുവിനെ ഞാൻ കൊന്നു. അല്ല പിന്നെ, കുറെ നേരമായി അവന്റെ ഡ്രാമ തുടങ്ങിയിട്ട്. എടാ, നീ ഇത് എന്നെ എങ്ങോട്ടാടാ കൊണ്ടുപോണേ? അവരുടെ കൂടെ ടൂറ് പോകാന്നല്ലേ പറഞ്ഞേ?
ഓ, ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ബട്ട് അതിനു മുന്നേ എനിക്കൊരു സ്ഥലത്തോട്ട് പോകണം. ഏത് സ്ഥലം? ആ സ്ഥലത്തിന് പേരില്ലേ? പേരൊക്കെ ഉണ്ട്, ബട്ട് എനിക്കറിയില്ല. നീ അവിടെ എത്തുമ്പോ മനസ്സിലാകും. എടവിച്ചു, നീ ഓക്കെ അല്ലേ? നീ വണ്ടി തിരിച്ച് നമുക്ക് ആദ്യം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. ഇനി നീ മിണ്ടിയ നിന്റെ വായിൽ പഴം കുത്തിക്കേറ്റി ഞാൻ. എടാ, നീ ഇത് ഏത് വഴിയാടാ പോണേ? ഇത് ഏതാ സ്ഥലം? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാന്ന്. പിന്നെ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? കാസ്റ്റിയർ, ഞാൻ സീരിയസ് ആയി ചോദിക്കുക, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പ്രൂഫിന് വേണ്ടി. ഏത്? BTSന്റെ പ്രൂഫാ? അല്ലടാ, നിന്റെ കുഞ്ഞമ്മയുടെ. വേണ്ട, പൂർത്തിയാക്കണമെന്നില്ല. അലക്സ്, സത്യമായിട്ടും ഇനി നീ വായ തുറന്ന ഞാൻ ഈ കാട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോകും. ഈ കാട്ടിന്റെ അകത്ത് ഇത്രയും വലിയ കോട്ടയാ? എടാ, ഇന്നാ ഇത് ഇട്. ഇതെന്താ? ഇത് ഡ്രസ്സാ. ട്രഡീഷണൽ വിയേഴ്സ് മാത്രമേ ഇടാൻ പറ്റൂ, എന്നാലേ അലോ ചെയ്യൂ. ഐഷ്, ഓരോ ആചാരങ്ങള്. എടാ, ഓക്കെ അല്ലേ? എന്റെ അത്ര ലുക്കില്ലെങ്കിലും കുഴപ്പമില്ല, കാണാൻ കൊള്ളാം. എടാ കാട്ടു കോഴി, അത് പറഞ്ഞപ്പോഴാ. എടാ, അകത്ത് വല്ല ചിക്സും കാണുമോ? ചിക്സ് അല്ലേ? പിന്നെന്താ, ഇഷ്ടം പോലെയുണ്ട്. മോൻ വാ. എന്നാ വാ. പെങ്ങളെ കിട്ടിയ സ്ത്രീത്തനത്തൊക്കെ തരുമോ അളിയ? ഇത്രയും വലിയ കോട്ടയാ. ഞാൻ ഇങ്ങനെ ഒരു കോട്ടയുള്ള കാര്യം തന്നെ അറിഞ്ഞില്ലല്ലോ. നിനക്കിത് എവിടുന്ന് കിട്ടി? അതൊക്കെയുണ്ട്, നീ വാ. കുറെ ആയല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ എങ്ങാനും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലല്ലോ. രാജകുമാര, രാജകുമാരന് എന്റെ വിനീതമായ പ്രണാമം. അങ്ങ് വരുമെന്ന് നമുക്കറിയാമായിരുന്നു. അങ്ങേക്ക് വഴി കാണിച്ചു തരാനാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. എടവിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത്? മിണ്ടാതിരിയടാ. എന്റെ കൂടെ വന്നാലും കുമാര. എടാ, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഞാനോ? കാവൽക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. കാവൽക്കാരൻ? യു മീൻ വാച്ച്മാൻ? നീ എന്നെ കണ്ടിട്ട് വാച്ച്മാനെ പോലെയുണ്ടോ? എടാ വിച്ചു. വന്നാലും കുമാര. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ കാവൽക്കാര. ടാറ്റാ. പോടാ നാറി. അങ്ങ് അന്വേഷിച്ചു വന്നത് ഇതിനകത്തുണ്ട്.
കാസ്റ്റിയൽ, പ്രിൻസസ്, താനാണോ അത്? ഞാൻ തന്നെയാ. അപ്പോ ഇതും സ്വപ്നമാണോ? അല്ല, ഇത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാ. താൻ ആവശ്യപ്പെട്ട പോലെ അങ്ങേക്ക് ആവശ്യമുള്ള തെളിവ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് സ്വപ്നമല്ലെങ്കിൽ നീ എന്താ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത? അതിന് ഇപ്പോഴും സമയമായിട്ടില്ല. ഇനി എപ്പോഴാ? കാസ്റ്റിയൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. തന്റെ കയ്യിലുള്ള ബുക്ക് അതൊരിക്കലും മറ്റാരും കാണാൻ ഇടവരരുത്. അതെന്താ? അത് തനിക്ക് ആപത്ത് മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. ഈ ബുക്ക് തിരഞ്ഞ് കുറെ ദുഷ്ടശക്തികൾ നടക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരിക്കലും ഈ ബുക്ക് എത്തിച്ചേരരുത്. എനിക്കൊന്നും മനസ്സിലായില്ല. എല്ലാം സമയമാകുമ്പോ മനസ്സിലാകും. ഞാൻ ഈ ബുക്ക് അലക്സിനെ കാണിച്ചോട്ടെ? അലക്സിയൽ, മൂൺ ഗോഡസസ് നിയമിച്ചവനാ വിശ്വസ്തനായ കാവൽമാലാക. അങ്ങേക്ക് ധൈര്യമായി കാണിക്കാം. പക്ഷെ വേറെ ആരും ഇതിനെക്കുറിച്ച് അറിയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാവൽ മാലാഖയോ? അലക്സോ? കാസ്റ്റിയൽ, ഞാൻ പോകുക. ഇനി ഞാൻ അങ്ങയുടെ മുന്നിൽ നേരിട്ടേ വരത്തുള്ളൂ. എപ്പോഴാ? ഈ വരുന്ന പൗർണമി ദിവസം. എവിടെ വെച്ച്? അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഞാനിപ്പോ പോകുക. നിഷ്കളങ്കമായ ആത്മാവുള്ളവൾ, അന്ധകാരത്തെ പ്രണയിക്കുന്നവൾ. അവളുടെ രക്തം പുരളാത്ത കരങ്ങൾ കൊണ്ട് മാത്രമേ സ്പർശിക്കാൻ സാധിക്കൂ. ഇതെന്താ ഉദ്ദേശിച്ചേ? എന്നാലും ഇത്ര ലുക്കുള്ള എന്നെ വാച്ച്മാനെ വിളിച്ചതോ? പക്ഷേ എന്റെ ഫാൻ ഗേൾസ് എങ്ങാനും അറിഞ്ഞ മോശം. നടന്ന് മനുഷ്യന്റെ കാല് കഴിച്ചു. എന്നിവിടെ കൊണ്ടുപോയിട്ടിട്ട് അവനിത് എങ്ങോട്ട് പോയേ? ദേ ഇരിക്കുന്നു. എടാ വിച്ചു, എടാ മാറി. എന്നെ ഈ കാട്ടിൽ ഒറ്റയ്ക്കാക്കിട്ട് നീ എങ്ങോട്ടാടാ പോയേ? നടന്ന് മനുഷ്യന്റെ കാൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്നിട്ട് വല്ല ചിക്സിനെയും കണ്ടോന്നോ? 50 കോഴി, 5 കുതിര, 10 പശു, 6 മുയൽ, 10 തത്ത, പിന്നൊരു മുതല. നീ വല്ല സൂലുവാണോ പോയേ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. എടാ നാറി, ഇവിടെ എങ്ങാനും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ആകെയുള്ളത് ഞാൻ ഈ പറഞ്ഞ ജീവികളാ. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, ഇത് ഏതാ സ്ഥലം? ഇത് മൂൺ പ്രിൻസസിന്റെ കോട്ടയാ. വാട്ട്? മൂൺ പ്രിൻസസിന്റെ മാന്ത്രിക കോട്ടയാ? അതെ. അല്ല, നിനക്ക് എങ്ങനെ അറിയാ? അത് പപ്പ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ അറിയാം. ഞാൻ പറയാതിരുന്നത് വേറൊന്നുമല്ല. ഇങ്ങോട്ട് വരുന്നത് ആരോടെങ്കിലും പറഞ്ഞാ പിന്നെ ഇങ്ങോട്ടേക്കുള്ള വഴി തെളിയത്തില്ല. നിനക്കെങ്ങനെ ഇങ്ങോട്ടേക്കുള്ള വഴി അറിയാ? ഇത് അദൃശ്യ കോട്ടയല്ലേ? എന്റെ സ്വപ്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിലെ പ്രിൻസസ് പറഞ്ഞു തന്നതാ. അതാ ഞാൻ പറഞ്ഞ പ്രൂഫ്. ആ സ്വപ്നം സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ആ സ്വപ്നം സത്യ. ഈ വരുന്ന പൗർണമി ദിവസം അവൾ എന്റെ മുന്നിൽ വരും. ലച്ചു, എന്തായി? പറഞ്ഞോ? ഇല്ല, പറയാൻ പറ്റിയില്ല. അപ്പൊ നീ പറഞ്ഞില്ലേ? നിനക്കറിയോ, ഞാൻ നിനക്ക് വേണ്ടിയാ ആ പൊട്ടന്റെ മണ്ടത്തരം മൊത്തം കേട്ട് സഹിച്ചിരുന്നേ. നീ ചൂടാകില്ലേ? ഞാൻ പറയാൻ ശ്രമിച്ചതാ. അപ്പോഴേക്കും സാർ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ സാർ ഉറങ്ങുന്നത് നോക്കിയിരുന്ന് എപ്പോഴോ ഞാനും അങ്ങ് ഉറങ്ങി. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ സാറിന്റെ തോളത്ത് കിടന്ന് ഉറങ്ങി. എനിക്ക് വയ്യ. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. അവളോട് കാര്യമെല്ലാം പറഞ്ഞ് സോൾവ് ആക്കാൻ പറഞ്ഞപ്പോ അവൾ അങ്ങേറ്റം മടി കിടന്ന് ഉറങ്ങിട്ട് വന്നിരിക്കുന്നു. അതെ, മടിയിലല്ല, ഷോൾഡറിലാ. നീ നോക്കി ദഹിപ്പിക്കല്ലേ. ഞാനിന്ന് വൈകിട്ട് പറയാ. ഇന്ന് തന്നെ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ ബാക്കി അപ്പ പറയാം. ഇവന്മാരിത് എവിടെ പോയി കിടക്കുവോ? എന്തായി, കിട്ടിയോ?
ഇല്ല, ഔട്ട് ഓഫ് റേഞ്ച് എന്നാ കാണിക്കുന്നത്. ചിലപ്പോ വഴി എങ്ങാനും തെറ്റിക്കാണും. ഈ പിള്ളേരെ കൊണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ആ ഇവാൻ, ഞങ്ങൾ വരുന്നവരെ അവരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. താൻ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ ബെല്ലെ ഒന്ന് വിളിക്കട്ടെ, നീ വരുന്നോ? ഇല്ലടാ, ഞാൻ ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കട്ടെ. ട്രാവൽ ചെയ്തതിന്റെ നല്ല ക്ഷീണമുണ്ട്, ചെറിയൊരു തലവേദന. ആണോ? എന്നാ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരാം. ഷേ, റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് പുറത്തു പോയി നോക്കട്ടെ. നീ ഒറ്റയ്ക്ക് പോണ്ട, ദേവിയെ കൂടെ കൊണ്ടുപോ. പരിചയമില്ലാത്ത സ്ഥലമാ. ആ ശരിടാ. താനോ? എന്താടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഡേവിഡിനെ കാണാൻ വന്നതാ. ഓ, അവനകത്തുണ്ട്. എന്താടി? ഒന്നുമില്ല, എനിക്കൊന്ന് ബെല്ലെ വിളിക്കണം. റൂമിൽ റേഞ്ച് ഇല്ല. നീ എന്റെ കൂടെ ഒന്ന് വരുമോ? പുതിയ സ്ഥലമല്ലേ, ഒരു കൂട്ടിന്. പിന്നെന്താ, ഞാൻ വരാലോ. അല്ല, ലച്ചു വരുന്നില്ലേ? ഇല്ല, ലച്ചുവിന് വയ്യ. അവൾക്കെന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു തലവേദന. ഇത്ര ദൂരം ട്രാവൽ ചെയ്തതിന്റെയാ. ഓ ഓക്കെ, എന്നാ വാ, നമുക്ക് പോകാം. ആ വാ. പിന്നെ സാർ, അവളെ ഒന്ന് ശ്രദ്ധിക്കണേ. ശരി, ഞാൻ നോക്കിക്കോളാം. ഇരുന്നിട്ടാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഒന്ന് പോയി നോക്കിയാലോ. ഇവാൻ, നിനക്കിത് എന്താ പറ്റിയേ? അവളിൽ നിന്ന് അകലാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ അവളോട് കൂടുതൽ അടുക്കാനല്ല. മനുഷ്യന്റെ ഉള്ള സമാധാനവും പോയി. അവൾക്ക് വയ്യാന്നല്ലേ പറഞ്ഞ്, ഇനി തലവേദന കൂടി കാണോ? ഒന്ന് പോയി നോക്കിയാലോ. അല്ലെങ്കിലും ഞാൻ പോയി നോക്കുന്നത് കൊണ്ട് എന്താ? ഞാൻ അവളുടെ ഇച്ഛാന് വാക്കു കൊടുത്തതല്ലേ അവളെ ശ്രദ്ധിച്ചോളാന്ന്. അപ്പൊ പോയി നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. ലിഡിയ, ഇത് ഞാനോ? ഡോർ തുറന്നേ. പക്ഷെ ഇവൾ ഇതിന്റെ തുറക്കാത്തെ. ഇവളിതെവിടെ? ഇവാൻ സാർ, സാറെന്താ ഇവിടെ? താൻ എവിടെയായിരുന്നു? ഞാൻ വാഷ്റൂമിലായിരുന്നു. അല്ല, സാർ എങ്ങനെയാ അകത്ത് കയറിയേ? അത് അമര എന്റെ കയ്യിൽ സ്പെയർ കീ തന്നായിരുന്നു. ഓ അല്ല, സാർ എന്തിനാ വന്നേ? എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? തനിക്ക് തലവേദനയാന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സാർ, ഒന്ന് ഫ്രഷ് ആയപ്പോ ഓക്കെ ആയി. ഇനി കൂടുവാണെങ്കിൽ പറയണം, ഹോസ്പിറ്റലിൽ പോകാം. ഏയ്, അതൊന്നും വേണ്ട, എന്റെ കയ്യിൽ ടാബ്ലറ്റ്സ് ഉണ്ട്. എന്നാ താൻ റെസ്റ്റ് എടുത്തോ, ഞാൻ പോകുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. അയ്യോ സാർ, പോകല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോറി, ഞാൻ എന്റെ റൈറ്റ് മൈൻഡിലല്ല. എന്റെ മിസ്റ്റേക്കാ, സോറി. മിസ്റ്റേക്ക്? ഓ ഇഡിയറ്റ്, നീ എന്താ ചെയ്തേ? അവളുടെ മുഖത്ത് നീ എങ്ങനെ നോക്കും? നിനക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പാടില്ല ഇവാൻ. അവൾ എന്ത് കരുതി കാണും? പക്ഷെ അവളൊന്ന് ഓക്കെ ആയിട്ട് പോയി സോറി പറയാം. എത്ര സിമ്പിൾ ആയിട്ടാ സാർ അതൊരു ജസ്റ്റ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു. ലച്ചു, എന്താടാ, എന്താ പറ്റിയേ? നീ എന്തിനാ കരയുന്നേ? നീ കരയാതെ കാര്യം പറ. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ കരയല്ലേ, അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോ സാർ പറഞ്ഞതാകും. എന്നാലും എനിക്കത് കേട്ടപ്പോ വല്ലാതെ ഹേർട്ടായി. നീ ഇങ്ങനെ കരയല്ലേ, നീ നോക്കിയേ.
ഈ ഒരു സംഭവത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായില്ലേ സാറിനും എന്നോട് ഫീലിങ്സ് ഉള്ളത്? അപ്പൊ സാറിന് എന്നെ ഇഷ്ടമായിരിക്കോ? അതൊന്നും എനിക്കറിയില്ല, ബട്ട് നീ കൺഫസ് ചെയ്, അപ്പൊ അറിയാലോ സാറിന്റെ ഉള്ളിൽ എന്താന്ന്. ഇനി കണ്ണൊക്കെ തുടച്ച് എന്നിട്ട് റെഡിയാകെ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. വാ. എന്റെ നെഞ്ചെന്താ ഇങ്ങനെ വേദനിക്കുന്നേ? വലിയൊരു ഭാരം എടുത്ത വെച്ച പോലെ. ഇതെന്താ ഇങ്ങനെ? ലച്ചു 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 ഓക്കെ അല്ലേ നീ? എന്താടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഉറപ്പാണല്ലോ അല്ലേ? ആടാ ലച്ചു, നീ ഓക്കെ അല്ലേ? നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ? നിങ്ങളെ വിളിക്കാൻ വന്നതാ, അപ്പൊ അവിടെ ആരെയും കണ്ടില്ല. എനിക്കൊരു കോൾ വന്നു, അപ്പൊ പുറത്തു പോയതാ. സാറ് നാളത്തെ എന്തോ കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പോയി. നീ ഇവിടെ ഇരിക്കേ, വാ കഴിക്കാം. ലച്ചു, എന്താടി പറ്റിയേ? നീ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാ. ഒരുപാട് കള്ളം പറഞ്ഞു ബുദ്ധിമുട്ടണ്ട. നിന്റെ മുഖം ഒന്ന് മാറി, എനിക്കറിയാം. എന്താ കാര്യം പറ. ഷടാ എടാ, അവൾക്ക് തലവേദനയാ, ഞാൻ അപ്പോഴല്ലേ പറഞ്ഞേ. ആ അതെ, യാത്ര ചെയ്തതിന്റെയാ. ഇപ്പൊ ഞാൻ വിശ്വസിച്ചു. ഇനി ഇതല്ല റീസൺ മറ്റും ഞാൻ അറിഞ്ഞാൽ ബാക്കി ഞാൻ അപ്പ പറയാം. പിന്നെ എന്തോ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം ലച്ചു, ഞാൻ കണ്ടുപിടിച്ചോളാം. ലച്ചു, സാർ അവിടെ നിൽക്കുന്നുണ്ട്, നീ പോയി പറയാൻ നോക്ക്. എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ പേടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല, വേഗം പറഞ്ഞ് സെറ്റാക്കാൻ നോക്ക്. അപ്പൊ പോയി പറയാലേ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ അപ്പുറത്ത് മാറി നിൽക്കാം. ലിഡിയ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? സാർ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പോ വന്നതാ. ലിഡിയ, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോറി അന്നങ്ങനെ ബിഹേവ് ചെയ്തതിന്. സാറ് ചോദിച്ചില്ലേ, സാറ് ജസ്റ്റ് ഒരു പ്രൊഫസർ മാത്രമാണോ എനിക്കെന്ന്. നോ, യു ആർ നോട്ട് ജസ്റ്റ് എ പ്രൊഫസർ ഫോർ മീ. താനെന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് സാറിനെ ഇഷ്ടാ. ഇത് എപ്പോ തുടങ്ങിയെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് സാർ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഹാപ്പിയാ, സേഫ് ആൻഡ് സെക്യൂർ ആയി ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒത്തിരി ഒന്നും ആയില്ലെങ്കിലും ഒത്തിരി വർഷമായി എനിക്കറിയാവുന്ന പോലെയാ. എനിക്ക് ആദ്യം സാറിനെ ഒത്തിരി പേടിയായിരുന്നു, പിന്നെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഒത്തിരി വിഷമം ഉള്ളിൽ മറച്ചു വെച്ച് നടക്കുന്ന ഒരാളാന്ന്. സാറിൻ്റെ പാസ്റ്റിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. ഞാനൊരിക്കലും എന്നെ ആ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്യണമെന്ന് പറയില്ല, പക്ഷെ എനിക്കും ഈ ഹൃദയത്തിൽ അതുപോലൊരു സ്ഥാനം വേണം. ഇവാൻ സർ, ഐ ലവ് യു. ലിഡിയ, നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ആണോ പ്രൊഫസർ? അതിനപ്പുറം ഒന്നും വേണ്ട. നീ പറഞ്ഞല്ലോ എന്റെ പാസ്റ്റ് എന്ന്. അവൾ എനിക്കൊരു പാസ്റ്റ് അല്ല, എന്റെ പ്രസന്റ്, എന്റെ ഫ്യൂച്ചർ എല്ലാം അവളാ. അവൾക്ക് ഞാൻ കൊടുത്ത സ്ഥാനത്തോട്ട് ആർക്കും വരാൻ പറ്റില്ല. അതിന് ആരും ശ്രമിക്കണ്ട, ഞാനത് സമ്മതിക്കില്ല. പിന്നെ ഐ ആം സോറി അപ്പോഴേ സംഭവിച്ചതിന്. ഞാൻ എന്റെ റൈറ്റ് മൈൻഡിലല്ലായിരുന്നു, അതെന്റെ മിസ്റ്റേക്കാ. ഇനി വീണ്ടും ഇതുപോലെ ഓരോ റബ്ബിഷ് കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്.